ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. വീണ്ടും ഒരു കോൺട്രവേഴ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് പറയുമ്പോഴേക്കാണ് ഇതെന്ത് സംഭവം ഇത്രത്തോളം ഇത് പറയാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും എന്നുള്ളവരും നിങ്ങളെപ്പോലെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നടൻ കൃഷ്ണകുമാർ, അദ്ദേഹത്തിൻ്റെ മക്കൾ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയക്കകത്ത് വളരെയധികം സജീവമാണ്. എല്ലാവർക്കും അറിയാം, ഹാന കൃഷ്ണയെ അറിയാം, ദിയ കൃഷ്ണയെ അറിയാം, ഇനിയുണ്ടല്ലോ രണ്ടുപേര്. കുട്ടി ഏറ്റവും ഇളയ കുട്ടിയുടെ പേര് അതിൻ്റെ പേരെനിക്ക് വലിയ ഐഡിയ ഇല്ല. ഓക്കെ, എന്തായാലും മനസ്സിനകത്ത് ഓർമ്മ വരുന്നുണ്ട്, പേര് ഓർമ്മയില്ല. ആ രണ്ടുപേരുടെ പേരുണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്, അമ്മയ്ക്ക് ചാനലുണ്ട്, എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. ഭയങ്കരമായിട്ട് അവർ ആക്റ്റീവാണ് സോഷ്യൽ മീഡിയക്കകത്ത്. അവരെന്ത് ചെയ്തിരുന്നാലും സോഷ്യൽ മീഡിയക്കകത്ത് ചർച്ച ചെയ്യപ്പെടും, അത് വേറൊരു കാര്യം. അതിൽ ദിയ കൃഷ്ണ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഭയങ്കരമായിട്ട് പെൺകുട്ടികൾക്ക്, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഒത്തിരി ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ക്യാപ്പബിലിറ്റി ഉള്ള ഒരു പെൺകുട്ടിയാണ്. ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു പെൺകുട്ടിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ലൊരു കുട്ടി. സോ അവരുടെ കല്യാണം റീസെൻ്റ്ലി കഴിഞ്ഞിരുന്നു. കല്യാണം കഴിഞ്ഞ് വളരെ സക്സസ്ഫുള്ളി അവർ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. അത് നമ്മളറിയേണ്ട കാര്യമില്ല എങ്കിൽ പോലും വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് പേർക്ക് കുരു പൊട്ടിയിട്ടുണ്ട്. എന്താണെന്നല്ലേ, അവരുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് മാലി ദ്വീപിലൂടെ വെച്ചിട്ട് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഷൂട്ടിൻ്റെ അകത്തുള്ളൊരു ഫോട്ടോയാണ് നിങ്ങളിത് ഇപ്പോൾ കാണുന്നത്. ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് എന്തെങ്കിലും മോശമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയത്തില്ല. ഒരു മെർമെയ്ഡ്, അതായത് ഒരു മത്സ്യകന്യകയെ നിൽക്കുന്നത് പോലത്തെ രീതിയിൽ ആ കുട്ടിയുടെ വയറ് കാണിച്ചിട്ട്, അഥവാ വയറിനുള്ളിൽ കുഞ്ഞുണ്ട്, ഇതൊരു അമ്മയാണിപ്പോൾ, ആ ഒരു ഫോട്ടോ നിൽക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് പറയാൻ തോന്നുന്നുണ്ടോ? എനിക്കെന്തായാലും തോന്നുന്നില്ല. അതിനകത്ത് അവരമ്മ നിൽക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എൻ്റെ കണ്ണിനകത്ത് മറ്റൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല. കാണാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യും. അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള കമൻറ്റുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. എനിക്കറിയത്തില്ല കേട്ടോ, മോശമായി കമൻറ്റ് ചെയ്യരുത്. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. സോ ഈ ഒരു സാധനം വന്നു. അവരതിനുശേഷം അവരുടെ സ്റ്റോറിക്കകത്ത് അവരുടെ അവിടെ മാലിയിലെ വളരെ അടിപൊളിയായിട്ട് പുള്ളിക്കാരനുമായിട്ട് എൻജോയ് ചെയ്യുന്ന നല്ല മൊമെൻറ്റ്സൊക്കെ കാണിച്ചിരിക്കുന്നു. ഒരു അമ്മയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അമ്മ ഇനി വിത്തിൻ ഫ്യൂ ഡേയ്സ്, കുറച്ച് നാളുകൾ കഴിയുമ്പോഴേക്കും ആ കുഞ്ഞ് ഇനി വരും. സോ അവരുടെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റ് പബ്ലിക്കിലേക്ക്, അവരിഷ്ടപ്പെടുന്നവരുടെ മുമ്പിലേക്ക് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഈ കമൻറ്റ് ബോക്സ് സത്യം പറഞ്ഞാൽ ലിമിറ്റഡ് ആക്കിയിട്ടുണ്ട്. ആ ലിമിറ്റഡ് ആക്കിയിട്ടുള്ള കാരണത്തിൽ നിന്ന് ഞാൻ ചിന്തിച്ചു ഇതെന്താ സംഭവം. അങ്ങനെ നോക്കിയപ്പോഴേക്ക് യൂട്യൂബിൻ്റെ അകത്ത് കുറച്ച് വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നു. അപ്പോൾ ഞാൻ നോക്കി, അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങൾ കണ്ടെത്തി. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരാം. ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മാന്യമായ രീതിയിൽ നിങ്ങളും പങ്കുവയ്ക്കണം. ഇങ്ങോട്ട് നോക്കൂ. ഒരു പോസ്റ്റ് ഇതാണ്: നിറവയറുമായി മാലിദ്വീപിൽ ബേബി മൂൺ ആഘോഷിച്ച് ദിയ കൃഷ്ണ. ഓക്കെ, ഈ ഒരു ഫോട്ടോ അവരുടെ ഹസ്ബൻഡിനോടൊപ്പം വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നമുക്ക് നോക്കാം. ഇതാണല്ലോ വെറൈറ്റി. നാണം കെട്ട് കാശുണ്ടാക്കിയാൽ ഏത് നാണക്കേടും മറക്കും പണം എന്നാണ് പഴഞ്ചൊല്ല്. അതാണ് ഇപ്പോൾ ഈ കുട്ടി കാണിക്കുന്നത്. എത്ര നാണം കെട്ടായാലും കാശുണ്ടാക്കുക. ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് നാണക്കേടുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന എന്ത് എലമെൻ്റാണുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നാണക്കേടെന്ന് വെച്ചാൽ നഗ്നയാണോ? ഇനി അഥവാ അവർക്ക് ആ ഒരു തരത്തിലേക്കുള്ള സാധനം ഇന്ത്യയിലുള്ള വയലേഷൻ വല്ലതും കാണിച്ചിട്ടുണ്ടോ? അഥവാ നമ്മുടെ നിയമം അനുവദിക്കുന്നതിനപ്പുറമായിട്ടുള്ള എന്തെങ്കിലും കാര്യം പബ്ലിക്കിൽ കാണിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്ന എന്തെങ്കിലും കാര്യം അവർ കാണിച്ചിട്ടുണ്ടോ? മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഇവരുടെ അമ്മ നല്ലൊരു സ്ത്രീ ആയിരുന്നു, അവർ ഇതൊന്നും കാണുന്നില്ല എന്നുള്ള വിഷമമൊക്കെ പങ്കുവയ്ക്കുന്നു. അമ്മ സ്ത്രീ അല്ലാതെ എങ്ങനെ പ്രസവിക്കും? അമ്മ നല്ലൊരു സ്ത്രീ ആയിരുന്നു എന്നുള്ള ചോദ്യം. ശ്വേതാമേനനെ പോലെ ഇനി പ്രസവിക്കാൻ സീനും കൂടി ഇടുമോ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ എന്നുള്ള ഒരു ചേട്ടൻ ഭയങ്കര അസ്വസ്ഥനാണ്. ശ്വേതാമേനനെ പോലെ ഇനി പ്രസവിക്കാൻ സീനും കൂടി ഇടുമോ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം പറയാം. ഓസി ടോക്കീസ് എന്ന് പറയുന്ന ആ ചാനലിൽ കൂടി, അതോടൊപ്പം തന്നെ ഈ പുള്ളിക്കാരത്തിയുടെ ഒരു ഓബൈ ഓസി എന്ന് പറയുന്നൊരു ഓൺലൈൻ സ്റ്റോറൊക്കെ ഉണ്ട്. അതിനകത്ത് ഓർണമെൻറ്റ്സ് നമ്മുടെ റെൻ്റലായിട്ട് കൊടുക്കുന്ന പരിപാടി, അതോടൊപ്പം തന്നെ വിൽക്കുന്ന ഇതെല്ലാ പരിപാടികളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചാളും ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. വേറെ കാര്യം, ആ ഒരു സംഭവങ്ങളൊക്കെ സ്വന്തം ആയിട്ട് അത് ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്നൊരു കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സ്റ്റോറും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ എപ്പോഴും സജീവമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സോഷ്യൽ മീഡിയ വഴിയാണ് ആ സംഭവങ്ങളും എല്ലാം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട മൊമെൻറ്റ്സ് എല്ലാം അവരിഷ്ടപ്പെടുന്ന ആൾക്കാരോട് ഭയങ്കര ഫാൻസാണ് ഈ പറയുന്ന ഈ ദിയ കൃഷ്ണയ്ക്ക്. അപ്പം അവരോട് ഇതെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഷെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ലൈഫിൻ്റെ അകത്ത് നടക്കുന്ന ഈ ഒരു സാധനം, ഈ പർട്ടിക്കുലർ ഈവൻറ്റ് നടക്കുന്നു, അതും അവരുടെ ഫോട്ടോയിലൂടെ അവർ ഷെയർ ചെയ്തു. അതിൻ്റെ യൂട്യൂബിനകത്ത് ഇതിനെക്കുറിച്ചൊരു വീഡിയോ വന്നിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ അങ്ങനെ ഒരു സാധനം വന്നത് അവർ ഷെയർ ചെയ്ത് അവരുടെ ആരാധകർക്ക് വേണ്ടിയിട്ടാണ്. അത് കണ്ടിട്ട് കുരു പൊട്ടുന്നവരെ കുറിച്ച് എന്ത് പറയണം? എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് കുരു പൊട്ടിക്കുന്നതെന്ന്. ഈ പറയുന്ന ഈ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട്, ഈ പറയുന്ന ഗർഭകാലത്ത് വയറ് കാണിക്കൽ എന്നുള്ള സംഭവം, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. നമ്മുടെ കുറച്ച് കാലത്തിന് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ സാധനം അത്രത്തോളം ഈ ഫോട്ടോഷൂട്ട് പരിപാടികളൊന്നും കുറച്ച് കാലത്തിന് മുമ്പ് ഇല്ലായിരുന്നു. ഇന്നത്തെ കാലത്തും ഉണ്ട്.
ആ കാലഘട്ടത്തിലുള്ളവരത് അങ്ങ് ആസ്വദിക്കട്ടെ. ഇപ്പോൾ ഈ കമന്റ് ഇടുന്നവരുടെയൊക്കെ മക്കൾ വളർന്ന് വലുതായിട്ട് അവർ വിവാഹം കഴിക്കൂലേ, ആ വിവാഹം കഴിക്കുന്ന സമയത്ത് അവരിതൊക്കെ ചെയ്യും, അവരതൊക്കെ ഉറപ്പായിട്ട് ചെയ്യും. അന്ന് ആരെങ്കിലും വന്ന് കമന്റ് ഇടുമ്പോൾ മാത്രമേ അതിൻ്റെ വിഷമം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്നിരുന്ന് കരയുന്നു, എന്തിനാണോ എന്തോ. നാണമല്ലേ ഇങ്ങനെ കാശിന് വേണ്ടി എന്ത് ചെയ്യാൻ. ഓഹോ, നൈസ് ക്യൂട്ട് കപ്പിൾ, ഗോഡ് ബ്ലസ് യു. അടിപൊളി, നല്ല കമൻസ് ഉണ്ട്. മനുഷ്യ സമൂഹത്തിന് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ നന്മ. നിന്റെ അപ്പൻ്റെ കഴിവുകേട് തന്നെ ഈ കാണിക്കുന്നത്. ഭർത്താവിന് കാണേണ്ടത് നാട്ടുകാർ കാണിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം. കുറേ ആൾക്കാർ ഭാവനയിൽ നിന്നെ കിടപ്പറൽ ഉപയോഗിച്ച് കഴിഞ്ഞു എന്ന്. നിന്റെ കെട്ടിന് ഒരു വകയ്ക്ക് കൊള്ളത്തില്ല എന്ന് മനസ്സിലായി അടക്കവും ഒതുക്കവും ഇല്ലാത്ത വൃത്തികെട്ട പെണ്ണ്. അദ്ദേഹം പറഞ്ഞൊരു സംഭവത്തിൻ്റെ അകത്ത് ഇങ്ങനെ കാണിച്ചാൽ ഒരു സ്ത്രീയെ അവ കിടപ്പറയിൽ ഓൾറെഡി ഉപയോഗിച്ച് കഴിയും എന്നുള്ള സംഭവം, അഥവാ ഇമാജിനേഷനിലൂടെ ആ സ്ത്രീയെ മോശമായിട്ട് ചിത്രീകരിച്ചുള്ള സംഭവം. അത് ഈ ഒരു പർട്ടിക്കുലർ അങ്ങനെ ചിന്തിക്കണം എന്നുള്ളവന് ഈ ഒരു ഫോട്ടോ കണ്ടാൽ മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഈ ഗർഭിണിയായിട്ട് നിൽക്കുന്ന ഈ ഫോട്ടോ കണ്ടാൽ അങ്ങനെ തോന്നുന്നവനെ എന്തൊക്കെയോ അസുഖം ഉണ്ടെന്ന് പറയേണ്ടി വരും. ഓക്കെ, ഇനി ഉണ്ട്, അങ്ങനെയുള്ള സൈക്കോപാത്തുകളൊക്കെ ഉണ്ട്. സോ ഈ ഒരു ഫോട്ടോ കണ്ടാൽ മാത്രം അങ്ങനെ തോന്നുന്നത് എങ്ങനെയാണ്? അവർ നേരിട്ട് കണ്ടു, എവിടെയെങ്കിലും വെച്ച് കണ്ടു. സിനിമാ നടിമാർ സിനിമയിൽ അഭിനയിക്കുന്നു, പ്രായം കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട്, എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഉണ്ട്. ഇതിനകത്ത് ഈ മറ്റേ തോന്നുന്നവനാണെങ്കിൽ ആ തോന്നുന്നവന് ഏത് തരത്തിലുള്ള സംഭവം എങ്ങനെ കണ്ടായിരുന്നാലും അവനത് തോന്നിപ്പിച്ചൂടെ? അതിന് ഈ പറഞ്ഞ ഫോട്ടോ തന്നെ വേണം. ഈ ഫോട്ടോ ഇട്ടത് കൊണ്ട് ഏറ്റവും വലിയ മോശമാണെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ പറഞ്ഞേക്കുന്ന ഏറ്റവും വലിയൊരു ഒഫൻഡഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പബ്ലിക് സ്പേസിൻ്റെ അകത്ത് വന്നിട്ട് ഇങ്ങനൊരു സാധനമൊക്കെ എടുക്കുമെന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ ചെയ്യുമെന്നുള്ളൊരു ആൾക്കാർ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ജീവിക്കണ്ടേ? അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ പബ്ലിക്കായിട്ട് അവരെ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വെക്കണ്ടേ? അതോ പ്രൈവറ്റ് ആക്കിയിട്ട് കുറച്ച് ആൾക്കാരെ മാത്രം ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ എൻ്റെ കുറച്ച് ഫോട്ടോ ഉണ്ട് ഇൻബോക്സിൽ അയച്ചു കൊടുക്കുക, അങ്ങനെയാണോ ചെയ്യുക? നിങ്ങളൊരു കല്യാണം വന്ന് നിങ്ങൾ ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നു, പലതരത്തിലുള്ള ആൾക്കാർ വരും, പല ആൾക്കാർ പല രീതിയിൽ അവിടെ പെരുമാറും. ഇതിനെല്ലാവരും ഇങ്ങനെ തന്നെ പെരുമാറണം. നിങ്ങൾക്ക് മറ്റേ നോർത്ത് കൊറിയയിൽ മറ്റേ കാണിക്കുന്ന കിം ജോങ് ഉൻ കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് പറയാൻ പറ്റും? ഇതൊക്കെയാടേ. ഇവിടെ പണക്കാരനോ പാവപ്പെട്ടനോ വ്യത്യാസമില്ല ആർക്കും എന്നൊക്കെ പറയുന്നു. ഇനി അടുത്തത്, നിറവയറുമായി മാലിദ്വീപിൽ ബേബി മൂൺ ആഘോഷിച്ച് നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ. ഫോട്ടോ കഴിച്ച് ഇൻസ്റ്റാഗ്രാം ദിയ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വന്നിരിക്കുന്നു. കഷ്ടം, പറയിപ്പിക്കാൻ ഓരോ ജന്മങ്ങൾ. എന്ത് പറയിപ്പിക്കാനാണ്? ലോകത്തിൽ ആദ്യത്തെ ഗർഭം, അതുകൊണ്ട് തുണിയില്ലാതെ എല്ലാം കാണിച്ച് നടക്കാം, ബാക്കി എല്ലാവരും ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നതല്ലേ? ഇവിടെ ഇതെന്തുവാടി? നമ്മുടെ അവരുടെ ഇഷ്ടമല്ലേ? ഇതിനകത്ത് എന്തുവാ തുണിയില്ലായ്മ ഉള്ളത്? അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും. ഇപ്പം ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഈ അത്ലറ്റിക് പരിപാടികൾ നടക്കാറുണ്ട്, ഈ സ്വിമ്മിങ്ങിൻ്റെ ഇത് നടക്കാറുണ്ട്. ഇവരിപ്പോൾ നിൽക്കുന്നത് ഒരു ബീച്ച് സൈഡിലാണ്, അവിടെ ആ ഫോട്ടോ ഷൂട്ട് ചെയ്തേക്കുന്നു. അപ്പം ഈ പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ ഇവർ ആ സ്ഥലത്ത് വെച്ചൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇടേണ്ട ഡ്രസ്സ് എന്ന് വെച്ചാൽ സാരിയാണ്, അല്ലെങ്കിൽ പർദ്ദയാണ്, ഫുള്ള് മൂടി പുതച്ച്. ഇപ്പം എന്താണ് കാണിക്കേണ്ടത്? വയറാണ്. അപ്പം വയറ് കാണിക്കേണ്ട ഭാഗമായിട്ട് പർദ്ദയിട്ടോ, അല്ലെങ്കിൽ ഫുൾ സാരിയൊക്കെ മൂടിയിട്ടോ, അല്ലെങ്കിൽ മൊത്തം ടേപ്പ് ചെയ്ത് മറ്റേതുണ്ടല്ലോ, നമ്മൾ ടേപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇച്ചിരി ടേപ്പ് ചെയ്തിട്ട് ഈ കണ്ണോ മുഖമോ ചെറിയൊരു ഭാഗം മാത്രം കാണിക്കുക. ബാക്കി പുറത്ത് കണ്ട പണിപാടില്ലേ? ആൾക്കാർക്ക് വേറെ കാര്യങ്ങളൊക്കെ തോന്നത്തില്ലേ? സോ അതുകൊണ്ട് അങ്ങനെ മൂടി പൊതിച്ചൊക്കെ വയ്ക്കണം. അങ്ങനെ കാണിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണെന്ന് ആൾക്കാർ പറയുന്നത്. ലോകത്തിൽ ആദ്യത്തെ ഗർഭം അതുകൊണ്ട് തുണിയില്ലാതെ കാണിച്ചു. ഇത് കണ്ടപ്പോൾ തുണിയില്ലാന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തൊരു സംഭവമാണ്. ബാക്കിയെല്ലാം ആരും ഭൂമി മുളച്ചു വന്നത് വെരി ട്രൂ, സത്യം. അതിന് സ്റ്റാൻഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ. ഇങ്ങനെ പോയാൽ ലേബർ റൂമിൽ നടക്കുന്നതും കാണിക്കും. പിന്നെ ഈ ലേബർ റൂമിൽ കാണിക്കുന്നതിനെ കുറിച്ച് വലിയ വാചാരരായിട്ടൊക്കെ പറയുന്ന ആൾക്കാർ ലേബർ റൂമിലുള്ള കാര്യം കാണാത്തുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പരിപാടി ഉണ്ടെന്ന് എൻ്റെ അടുത്ത് കുറച്ച് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ഏതൊക്കെ രാജ്യങ്ങളുണ്ടെന്നുള്ള കാര്യം എനിക്ക് നേരിട്ട് അറിയത്തില്ല, എങ്കിലും ചില രാജ്യങ്ങളുണ്ടത്രേ. അവിടെ വൈഫ് പ്രഗ്നൻ്റ് ആയിട്ടൊന്നുമല്ല, അവിടെ ലേബർ റൂമിൽ പ്രസവിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് അവിടെ ഭർത്താവിൻ്റെ പ്രസൻസിലായിരിക്കും ഈ പ്രസവം എടുക്കുക എന്നുള്ളത്. ഭർത്താവിന് ആ പെയിന് കാണിച്ചു കൊടുക്കും, ആ സ്ത്രീ അനുഭവിക്കുന്ന പെയിന് കാണിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. ഇതുണ്ടോ എനിക്കറിയത്തില്ല, ആധികാരികമായിട്ട് എനിക്ക് പറയാറില്ല. എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞതാണ് അവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഉള്ള കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നു ഇവർ. ഇങ്ങനെ പോയാൽ ലേബർ റൂമിലുള്ള കാര്യം, ഇപ്പോൾ ലേബർ റൂമിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ലേബർ റൂമിനകത്ത് ഡോക്ടർ മറ്റുള്ള പരിപാടികളൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഗൈനക്കോളജി പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ കാണത്തില്ലേ ഈ സാധനം ഇത് ചെയ്യുന്ന ഡോക്ടർ ഈ പറയുന്നതെല്ലാം കാണുന്നില്ലേ? അവർക്ക് ഇതെല്ലാം കണ്ടിട്ട് അയ്യോ എന്ന് തോന്നുമോ? എത്ര ഡോക്ടേഴ്സുമാർ ഇപ്പോൾ ഈ വീഡിയോ കാണുമായിരിക്കും, അവരൊക്കെ കണ്ട് ചിരിക്കും, ലജ്ജിക്കും. ഇങ്ങനെയൊക്കെ പറയാൻ ആൾക്കാരുണ്ടല്ലോ മണ്ടന്മാരെന്ന്. പ്രഗ്നൻസി ഫോട്ടോഷൂട്ടല്ലേ, നാണമില്ലേ, പിന്നെ അസൂയ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഇത് പിന്നെ ലോകത്തിൽ ആദ്യത്തെ പ്രഗ്നൻസി ഫോട്ടോഷൂട്ട്, ഗർഭം വിട്ടു കാശാക്കുന്ന ഓരോ എന്തോ തെറിയാണെന്ന് തോന്നുന്നു. ലോകത്തിൽ ആദ്യത്തെ ഗർഭം ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ വേണം. കഷ്ടം, പറയിപ്പിക്കാനല്ലാതെ എന്താ ഇത്? മെജോറിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ്സ് പറയാൻ മലയാളികൾ എന്ന് മുന്നിൽ. ഇത് ഒരു പുരുഷനിട്ടേക്കുന്ന കമൻറ്റാണ്. ഈ മേളിൽ വായിച്ച ബഹുഭൂരിപക്ഷ കമൻറ്റുകളിൽ സ്ത്രീകളാണ് ഈ കമൻറ്റ് ഇടുന്നത്. അത് എത്രമാത്രം കൂടെ കുറച്ച് സംഖ്യകളെ കൂട്ടാമായിരുന്നു. അതിനിടയിൽ രാഷ്ട്രീയം, കുഴിയിൽ കഞ്ഞി വെള്ളം
ആർഷഭാര സംസ്കാരമുള്ള ആളിൻ്റെ മകളാണിത് കൂടുതലൊന്നും പറയുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഇച്ചിരി വലുതാവുമ്പോൾ അത് മറച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നു. ഇതിൻ്റെ അകത്തുള്ള ഇവിടെ പ്രശ്നം എന്താ? അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെ ഈ ഒരു സംഭവം അത്രത്തോളം കുറ്റപ്പെടുത്താനും കുറവുകൾ പറയാൻ വേണ്ടിയിട്ടുള്ള സംഭവം. ഇനി മനോരമ ഓൺലൈനിനകത്ത് ഇതിനെക്കുറിച്ച് ന്യൂസ് വന്നു. അതിനകത്ത് നിറവയറിൽ മത്സ്യകന്യകയെ പോലെ ദിയാകൃഷ്ണ മനോഹരമായ ബേബി മൂൺ ഫോട്ടോ പങ്കുവച്ച് താരം. ഓക്കെ, കുഞ്ഞ് അതിഥിയെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ കുടുംബം. ഗർഭകാലത്തെ വിശേഷങ്ങളെല്ലാം കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. നോട്ട് ദ പോയിന്റ്. ഗർഭകാലത്തെ എല്ലാ വിശേഷങ്ങളും കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. അങ്ങനെ പങ്കുവച്ചതാണ്. ഇപ്പോഴിതാ ദിയയുടെ ബേബി മൂൺ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധ നേടുന്നത്. കടലിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ളതാണ് ദിയയുടെ മനോഹരമായ ചിത്രങ്ങൾ. അക്വാ ബ്ലൂ ബ്രാലറ്റും സൈഡ് ഓപ്പൺ നെറ്റ് സ്കേർട്ടുമാണ് ദിയയുടെ ഔട്ട്ഫിറ്റ്. നിറവേറിൽ കൈവച്ച് മെർമെയ്ഡ് ലുക്കിലാണ് ദിയ ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ മേക്കപ്പ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക്, റിംഗ് കമ്മലും ബ്രേസ്ലെറ്റും മാത്രമാണ് ആക്സസറീസ്. വേവി ഹെയർ സ്റ്റൈല്. ഓക്കെ, പങ്കുവെച്ച നിമിഷങ്ങൾക്കകം തന്നെ ചിത്രങ്ങൾക്ക് താഴെ ആരാധകരുടെ നിരവധി കമൻറ്റുകൾ എത്തി. കുഞ്ഞിനെ കാണാൻ കൊതിയായി എന്നാണ് പലരും കമൻറ്റ് ചെയ്തത്. മത്സ്യകന്യയെ പോലെ ഒരു അമ്മ എന്ന് ചിലർ കമൻറ്റ് ചെയ്തു. പെൺകുഞ്ഞായിരിക്കും, ഇനിയുള്ള ദിവസങ്ങൾ യാത്രയിൽ അവൾ കൂടി ഉണ്ടാവും. ദിയയ്ക്കും അശ്വിനും എല്ലാവിധ ആശംസകളും നേരുന്നു എന്നിങ്ങനെ പലരും കമൻറ്റ് ചെയ്തു. ഇതൊക്കെ വളരെ നോർമലായിട്ടുള്ള വളരെ മാന്യമായിട്ടുള്ള കമൻറ്റുകൾ. ഇതിൻ്റെ അപ്പുറത്തേക്ക് കുരു പൊട്ടിക്കാനും തെറി വിളിക്കാനും വേണ്ടിയിട്ട് മാത്രമൊന്നും ഞാൻ അതിനകത്തൊന്നും കാണുന്നില്ല. കാലഘട്ടം മാറിയടേ, കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ടുള്ള അനുരണനങ്ങൾ പ്രസരണങ്ങളൊക്കെ സമൂഹത്തിൻ്റെ അകത്തുണ്ടാവും. നമ്മളെ പണ്ടത്തെ കാലത്തിൻ്റെ സെറ്റപ്പ് തന്നെ ഇന്നും ആയിരിക്കണമെന്ന് മൂടിപ്പുതച്ചെല്ലാം നടക്കണമെന്നുള്ള പറയേണ്ട കാര്യമൊന്നുമില്ല. കുറേ കാലം കഴിയുമ്പോഴേക്കും ഈ സെക്ഷലി ഈ പറഞ്ഞ പരിപാടികളൊന്നും ഈ പറഞ്ഞ കുട്ടികളൊന്നും ഇതൊന്നും ചിന്തിച്ച് നടക്കുന്നവരൊന്നും ആവത്തില്ല. സോ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും മാനസികമായിട്ട് വെറുതെ തലയിലെടുത്ത് വെക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ അവരെ അധിക്ഷേപിക്കാനും മോശം പറയേണ്ട കാര്യവും ഇല്ല എന്നുള്ളതാണ് വ്യക്തിപരമായി പറയാനുള്ളത്. ഇത് പറയുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തെറി വിളിക്കാൻ തോന്നുവാണെങ്കിൽ അതും ആവാം. കാരണം ഈ ഇന്ന് തെറി പറയുന്ന അല്ലെങ്കിൽ ഇച്ചിരി പ്രായമുള്ള ആൾക്കാരുടെയൊക്കെ മക്കളുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ഞാൻ ഒരു ഉറപ്പിച്ച് പറയാം, നിങ്ങളുടെ മക്കൾ വളർന്ന് വിവാഹം കഴിച്ചതിന് ശേഷം അവരിതൊക്കെ ചെയ്യും. ഓക്കെ, കുറച്ച് കാലത്തിന് മുമ്പ് ഇല്ലായിരുന്നു, അത് ഈ കാലഘട്ടത്തിലുണ്ട്. അതിന് അക്സെപ്റ്റ് ചെയ്യുക. പണ്ട് കാലത്ത് മൊബൈലില്ല, ഇന്ന് മൊബൈലുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മളെല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക. മാറ്റം കാലഘട്ടത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മാറ്റം വേണമല്ലോ. സോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായാലും ദിയയുടെ ഈ ഒരു കാര്യം, ദിയ അശ്വിന് അതോടൊപ്പം തന്നെ ആ കുഞ്ഞിന് എല്ലാവിധ എന്താ പറയുക നന്മകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. ഇതിനകത്ത് രാഷ്ട്രീയം കാണാനോ ഇതിനകത്ത് മോശം പറയാനോ എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും ഗൈസ്, ബൈ.